മനുഷ്യന്റെ മരണാനന്തരമുള്ള അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഡെഡ് ബോഡിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. മനുഷ്യനെ കുറിച്ച് പൊതുവെ പറയും, മനുഷ്യൻ ജീവനുള്ള മനുഷ്യന്റെ ശരീരവും റൂഹും ചേർന്നതാ. മരിക്കാന്ന് പറയുന്ന ശരീരത്തിന് റൂഹ് തിരിഞ്ഞതാ. രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് ജീവൻ. മരിച്ചതിനുള്ള അവസ്ഥ എന്താ? ഡെഡ് ബോഡിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, റൂഹിനെ കുറിച്ച് ആലോചിക്കണം. അതോന്നില്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ വിശ്വാസികളല്ലേ? സുന്നിയും വിശ്വാസിനല്ലേ? ഗ്രൗണ്ടിൽ നിന്ന് പുറത്തല്ലാന്നല്ലേ ഉറപ്പ്. ഗ്രൗണ്ടിന് അകത്തുന്നാലോചിക്കാം നമ്മള്. മരണാനന്തരം എന്താണ് സ്ഥിതി? ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു? മനുഷ്യൻ ദുന്യാവിൽ നിന്ന് മരിച്ച് തിരിഞ്ഞാൽ രണ്ടവസ്ഥയെ മരിച്ചത്. സ്വാലിഹ്യങ്ങളാണെങ്കിൽ സ്വർഗീയ സുഖം, ഒപ്പക്കാനുള്ള അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മോശക്കാരാണെങ്കിൽ നരകീയ ശിക്ഷ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ രണ്ടവസ്ഥയെ മനുഷ്യൻ. അത് ഏത് നിമിഷം തൊട്ട്? മരിച്ച നിമിഷം തൊട്ട്. അപ്പൊ അവിടെ വേറെ ഒന്ന് ആലോചിക്കാണ്ട്, ഇതൊക്കെ പെരുത്ത് പറയുന്ന വിഷയങ്ങളാ. മനുഷ്യന്റെ ജീവിതം ഞാൻ അല്പത്തിരിക്ക് പറയുന്നു 3 ഘട്ടമാണ്. ഒന്ന് ജനനം മുതൽ മരണം വരെ. ജനനം മുതൽ മരണം വരെ ഞാനും നിങ്ങളുള്ളപ്പോൾ ഈ ഘട്ടം. ജനനം മുതൽ മരണം വരെ ഭൗതിക ജീവിത കാലഘട്ടം. ഈ ഘട്ടത്തിൽ നമ്മളെ ശരീരവും റൂഹും ഒന്നിച്ചാവും. ഉറങ്ങുമ്പോ മാത്രം റൂഹ് തിരിയുന്നില്ല, പക്ഷെ ചെറിയ റൂഹ് തിരിയുന്നത്. റൂഹാനികളുള്ളത് റൂഹാനിയാണ്, ചൈത്താനിന്നല്ല. 2 റൂഹനാണ്. റൂഹിന്റെ തെസ്നിയാണ്, ദ്വിവചനാണ് റൂഹാനിയാണത്. കിട്ടണം. റൂഹിന്റെ തെസ്നിയല്ലേ, ദ്വിവചനല്ലേ, റൂഹാനിയാണ്. ഉറങ്ങുമ്പോ ശരീരത്തിൽ നിന്ന് ചെറിയ റൂഹ് തിരിയുന്നുണ്ട്. മറ്റേ സാഹചര്യമുള്ള ജീവമാക്കിയാണ്. അതുകൊണ്ട് അന്നൊന്നും അപ്പുൽ നോക്കിന്ന് പറഞ്ഞത്. ആ സാഹചര്യത്തിനെ പോയിട്ടാണ് ഈ സ്വപ്നമൊക്കെ ഉണ്ടാക്കുന്നത്. വേണ്ടാതൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇയാളുടെ ജീവിച്ചിരിക്കും. അതൊന്നും വിശദീകരിക്കാനുള്ള വേദിയല്ലത്. ഇങ്ങനെ പറഞ്ഞുപോയ കാടുകളും കുറെ പറയും. ഇങ്ങനെ പിന്നെ നാളെ മറ്റന്നാളൊക്കെ എന്നോട് കുറിച്ച് പറ്റും. ജീവിച്ചിരിപ്പുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോഡി, അതിലുള്ള റോഡ്. ഇപ്പൊ തർക്കലാത്ത കാര്യമാണ്. അതാ ജീവനുള്ള റോഡ്. ഇതാണ് ഭൗതിക കാലഘട്ടത്തിലുള്ള നമ്മുടെ അവസ്ഥ. രണ്ടാം ഘട്ടം മരിച്ച നിമിഷം തൊട്ട് പുനർജന്മം വരെയുള്ള അവസ്ഥ. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. മരിച്ച നിമിഷം തൊട്ട് പുനർജന്മം വരെ. മരിച്ച ആളുകൾ അങ്ങനെ പുനർജന്മം നൽകി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ പറഞ്ഞിട്ടില്ലല്ലോ. ജനങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽക്ക് ദുനിയാവിലെ ആളുകൾ ജീവിക്കും, മരിച്ചങ്ങനെ പോകണം. അങ്ങനെ പോയി. ഇനി നമ്മളെല്ലാം മരിച്ച അവസാനം മുഴുവൻ ആളുകളും മരിച്ചതിന്റെ ശേഷമാണ്, എല്ലാവരും വഫാത്തായതിനു ശേഷമാണ് രണ്ടാമത്തെ ഊത്തൂതി പുനർജന്മം നൽകി എല്ലാവരെയും കൂടി മാറ്ററയിൽ ഒരുമിച്ച് കൂട്ടി കണക്ക് വിസ്താരം നടത്തി സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക്. അപ്പൊ അത് വരല അവസ്ഥ. ഇപ്പൊ നോക്കാൻ ആദ്യം മരിച്ച ആൾ മരിച്ചിട്ട് ഒരുപാട് കാലം. രണ്ടാം ഘട്ടം മരിച്ച നിമിഷം തൊട്ട് പുനർജന്മം വരെ. ബർദഖിയായ ലോകം എന്നാണ് പറയാം. ആലമുൽ ബർദഖ്. മലയാളത്തിൽ എന്താ പറയാൻ എനിക്കറിയില്ല. ഈ ഘട്ടം ആലോചിച്ചോളൂ. ഇക്കാരുടെ മലയാളം എന്റെ പരിഭാഷ നമ്മൾ ഉസ്താന്മാരോട് ചോദിച്ചില്ല. ഇവിടെ അറിഞ്ഞുകൂടാ. ഡിക്ഷണറി നോക്കാൻ മറന്നു. നിങ്ങളാ വിളിച്ചത്. മരിച്ച നിമിഷം തൊട്ട് പുനർജന്മം വരെ ആലമുൽ ബർദഖ്. ബർദഖിയായ ലോകം. ഇത് രണ്ടാം ഘട്ടം. മൂന്നാമത്തെ ഘട്ടം ഏതാണ്? പുനർജന്മം മുതൽ അവസാനിക്കാത്തത്. അവിടെ പിന്നെ അവസാനമല്ല. ആദ്യം വരെ 2 ഘട്ടത്തിനും തുടക്കവും ഒടുക്കമുണ്ട്. ഒന്ന് ജനനം മുതൽ മരണം വരെ. ജനനം, തുടക്കം, മരണം, ഒടുക്കം. 2 മരണം മുതൽ പുനർജന്മം വരെ. മരണം, തുടക്കം, പുനർജന്മം, ഒടുക്കം. മൂന്നാം ഘട്ടം പുനർജന്മം മുതൽ അവസാനിക്കാത്തത്. 3 ഘട്ടം പ്രധാനമായും മനസ്സിലാക്കും. ഞാൻ പ്രധാനമായും പറയാൻ കാരണം എന്തായാലും ജനനം മുതൽ മരണം വരെ എന്ന് പറയുമ്പോൾ ഉമ്മാന്റെ വയറ്റ് ഞാൻ കുറച്ചു കാലം ഉണ്ടായിട്ടില്ലേ ഹയാത്ത് കിട്ടുന്നൊക്കെ ഇഷ്ടാലാക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പ്രധാനമായും പറഞ്ഞത്.
ആർക്ക് മൂപ്പര് കുത്തുവെച്ചാൽ നമ്മൾ അവ പിടിക്കുന്ന ആളെ വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ സൂക്ഷിച്ച പ്രയോഗങ്ങളൊക്കെ നടത്താം. എന്നാ പ്രധാന ഒഴത്തറ ബിജി എന്ന് പറഞ്ഞ കൂട്ടരാണ് പറയുന്നത്. ഒഴത്തറ ബിജി ഈ കിതാബ് മുതൽ അങ്ങനെ ഗുണമുണ്ട്. മുഴത്തറതാത്തുള്ള കുയ്യൂതൊക്കെ ധാരാളം. ഏതാണ്ട് 3 ഘട്ടങ്ങളാണ് മനുഷ്യരുള്ളത്. ഇതിൽ 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലുമുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ജനനം മുതൽ മരണം വരെയുള്ള ഭൗതിക കാലഘട്ടങ്ങളിൽ ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മരണം മുതൽ പുനർജന്മം വരെയുള്ള അവസ്ഥയിലുള്ള ആലമുൽ ബർസഖിലുള്ള ആളുകളുമായുള്ള നമ്മുടെ ബന്ധം എപ്പോഴും അതാണ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ആളുകളും മരിച്ച നിമിഷം തൊട്ട് പുനർജന്മം വരെയുള്ള അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളും തമ്മിലുള്ള അവസ്ഥ എന്താണ്? അതിന് 2 വിഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ധാരണമാണ്. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പൊ ഒന്നാമത് നമ്മുടെ റൂഹ്. ശരീരത്തിലേറെ സൃഷ്ടിപ്പില് സ്വൈര വിഹാരം നടത്താൻ സൗകര്യമുള്ള ഒന്നാണ് റൂഹ്. ഇപ്പൊ സാരീരങ്ങളുടെ റൂഹിനെ പിടിച്ചാൽ മലക്കുകള് അത് ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. മലക്കുകൾ ആ റൂഹിനെ സ്വാഗതം ചെയ്യുന്നൊക്കെ. മഹാന്മാരും മരിച്ചാലേ എന്നാ മഹാന്മാർ മരിച്ചാൽ പോലെ ശരീരത്തിനെ കൊണ്ടേക്കാളും ആരും മരിച്ച. കാരണം ശരീരത്തിനെ മണ്ണുകൊണ്ട് പടക്കപ്പെട്ടതാണ്. അതിന്റെ ശരീര പ്രകൃതവും സൃഷ്ടിക്കുവാണ്. റൂഹിനാണ് ആ സൗകര്യം. മലക്കുകൾ പ്രകാശവേഗത്തിലേറെ എളുപ്പത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശവേഗമല്ല, അതിലേറെ എളുപ്പത്തിൽ മലക്കുകൾ സഞ്ചരിക്കും. മലക്കുകൾ അങ്ങനെ സഞ്ചരിക്കാനുള്ള കാരണം എന്താ? മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്താലാണ്, മണ്ണുകൊണ്ടല്ല. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാകുമ്പോ അതുകൊണ്ടല്ലേ അതിനായി ഒരു ദിവസം ലോകത്ത് എവിടെയൊക്കെ പോയിട്ടാ റൂഹിനെ പിടിക്കുന്നത്. ഇങ്ങനെ നമ്മളെ വിമാനത്തിൽ പോവുകയാണെങ്കിൽ ഈ എളുപ്പത്തിലൊക്കെ ഇല്ലല്ലോ. ഇവര് കോലത്തിൽ യാത്ര ചെയ്താൽ കൊടുത്തില്ലല്ലോ. ഇവിടുന്ന് ഒരാളെ റൂഹിനെ പിടിച്ച് പിന്നെ ആക്കം പോലെ സൂപ്പർ എക്സ്പ്രസ് കയറി പോയാൽ മതി. ഇവിടുന്ന് ഒരാളെ പിടിക്കാൻ മലക്കുകളെ സൃഷ്ടിച്ച പ്രകാശം കൊണ്ടാണ്. അതുകൊണ്ടാണ് സാധ്യമാവുന്നത്. അപ്പൊ ശരീരത്തിലായതുകൊണ്ട് റൂഹിനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ സാധിക്കും. ഈ കൂട്ടിലായതുകൊണ്ട് പക്ഷിയെ കൂട്ടിലിട്ട അവസ്ഥയാണ് റൂഹിന് ശരീരത്തിൽ. റൂഹിന് മേൽപോട്ട് പറക്കാൻ സാധിക്കും. പക്ഷേ പറക്കാൻ സാധിക്കുന്ന റൂഹിന് തടസ്സേതാ ശരീരമാണ്. ഈ ബോഡി വെച്ച് പറക്കാൻ പറ്റില്ല. നീ നമ്മളെ ഞാൻ ഉണ്ടാക്കി പറയല്ല, മരിക്കാനുള്ള അവസ്ഥകളാണ് റൂഹിന് പോകാൻ വേണ്ടത്. ഹദീസിലുള്ളതാണ്, നിഷേധിക്കാൻ കഴിയാത്തതാണ്, എല്ലാവരും സമ്മതിക്കുന്നതാണ്. അപ്പൊ ശരീരത്തിലാകുമ്പോൾ റൂഹിന് ഒരുപാട് പരിമിതികളുണ്ട് എന്നർത്ഥം. ഈ ശരീരത്തിൽ നിന്ന് ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അർവാഹികളുടെ അവസ്ഥ എന്താണ്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. വിശുദ്ധ ഖുർആൻ മഹാന്മാരെ കുറിച്ച്, സാലിഹീങ്ങളെ കുറിച്ച് പറയുന്നത് തങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുകയും നേരായ മാർഗം സ്വീകരിച്ച് ജീവിക്കുകയും ചെയ്ത മഹാന്മാർ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗീയ സുഖം കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക. ആ സ്വർഗലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ശരീരം ഇച്ഛിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മരിക്കുന്ന സമയത്ത് സാന്നിധ്യങ്ങൾക്ക് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നത്? മരിച്ച നിമിഷം തൊട്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് മുഴുവൻ ലഭ്യമാകുന്ന അവസ്ഥയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. അതാണ് മരണാനന്തരം സാലിഹ്യങ്ങളുടെ അവസ്ഥ. എന്താഗ്രഹിക്കുന്നോ അത് മുഴുവൻ ലഭ്യമാകും. മിശ്കാത്തിൽ പോലും ഹദീസ് കാണും. സാലിഹ്യങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ ഖബറിൽ നിന്ന്, ഖബറിലെ സ്വർഗത്തിന്റെ വിരിപ്പ്, സ്വർഗത്തിലേക്കുള്ള കവാടം, സ്വർഗീയ സൗകര്യം, ഔപചാരികമായ സ്വർഗപ്രവേശത്തിലെ പുനർജന്മത്തെ കൊണ്ടുപോകും. അതേസമയത്ത് സ്വർഗീയ സൗകര്യങ്ങളൊക്കെ സാലിഹ്യങ്ങൾ മരണപ്പെട്ട നിമിഷം തൊട്ട് ലഭിക്കും. മോശക്കാർ മരിച്ചാലോ നേരെ മറിച്ചു. ഇതൊക്കെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളതാണ്. ഖുർആനിലെ സൂചനകളുണ്ട്, ഹദീസിൽ വിശദമായ പഠനങ്ങളുണ്ട്. ഖുർആനിലെ സൂചനകളുണ്ട്, ഹദീസിൽ അത് സംബന്ധിച്ചുള്ള വിശദമായ പഠനങ്ങളുണ്ട്. ഈ അവസ്ഥ വെച്ച് നാം പറയുന്നത് എന്താ അറിയോ? സാലിഹ്യങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ
അവര് കൂടുതൽ സൗകര്യം ലഭിക്കുന്ന അവസ്ഥയിലാണ്. നദത്തുൽ മുജാഹിദീന്റെ നേതാക്കളിൽ പ്രമുഖനായ ഉമർ മൗലവി